റെയിൽവേ നേരിട്ട് നിർമ്മിക്കുന്ന മേൽപ്പാലങ്ങളിൽ കോട്ടയം ജില്ലയിലെ കോതനല്ലൂർ പാലത്തെയും ഉൾപ്പെടുത്തിയതിൽ കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ച് ബിജെപി കോട്ടയം ജില്ലാ ഘടകം. 2014 മുമ്പ് കോട്ടയത്ത് സ്വപ്നം കാണാൻ കഴിയാത്ത വികസനമാണ് നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം യാഥാർത്ഥ്യമാകുന്നതെന്ന് ബിജെപി പറഞ്ഞു. കൂടുതൽ പദ്ധതികൾക്കായുള്ള പരിശ്രമങ്ങൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വഴി തുടരുകയാണ്. കോട്ടയത്തെ കോതനല്ലൂരിന്റെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് നരേന്ദ്രമോദി സർക്കാർ വന്നതോടെ ജീവൻ വെച്ചത്. റെയിൽവേ നേരിട്ട് നിർമ്മാണം പൂർത്തിയാക്കുന്ന മേൽപ്പാലങ്ങളിൽ കോതനല്ലൂർ മേൽപ്പാലം ഉൾപ്പെടുത്തിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനും ബിജെപി നന്ദി അറിയിക്കുന്നു. കേരളത്തിന്റെ റെയിൽവേ വികസനത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം കാണിക്കുന്ന താൽപര്യത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് റെയിൽവേ മേൽപ്പാലത്തിന്റെ പണം പൂർണ്ണമായി അനുവദിച്ചത്. വാജ്പേയി സർക്കാരിന് ശേഷം കോട്ടയത്ത് ഏറ്റവും അധികം റെയിൽവേ വികസനം സാധിച്ചത് മോദി സർക്കാർ കാലയളവിലാണെന്ന് ബിജെപി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ പറഞ്ഞു. 2014 ശേഷം കോട്ടയംകാർക്ക് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള റെയിൽവേ വികസനമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തിലെ 55 റെയിൽവേ മേൽപ്പാലങ്ങൾ ശരിക്കും 50% അതിൻ്റെ വേണ്ട പണം കണ്ടെത്തേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് പറയുമ്പോൾ അവ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ 55 റെയിൽവേ മേൽപ്പാലങ്ങൾ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുള്ള റെയിൽവേ മിനിസ്ട്രി അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നു. അതിൽ കോട്ടയത്തിൻ്റെ കോതനല്ലൂർ മേൽപ്പാലവും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങളായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്നു കോതനല്ലൂർ റെയിൽവേ മേൽപ്പാലം എന്ന് പറയുന്നത്. അതിപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതുകൂടാതെ തന്നെ വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ കാര്യത്തിൽ അനുഭാവപൂർവ്വമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ശ്രീ ജോർജ് കുര്യന് റെയിൽവേ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇതെല്ലാം കോട്ടയത്തിന് വരും ദിവസങ്ങളിൽ സന്തോഷകരമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുമാരനല്ലൂർ റെയിൽവേ മേൽപ്പാലം, കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ അത്യാധുനിക രീതിയിലുള്ള വികസനം, നാഗമ്പടത്തെ 2ാം ടെർമിനൽ, ബുക്കിംഗ് ഓഫീസ്, 2 റെയിൽവേ സ്റ്റേഷനുകളെ അമൃത് ഭാരത് സ്റ്റേഷനുകളാക്കി ഉയർത്തിയതുൾപ്പെടെ ഒട്ടനവധി വികസന പദ്ധതികളാണ് കോട്ടയത്ത് നടപ്പായത്. വൈക്കം റോഡ് സ്റ്റേഷന്റെ വികസനത്തിനും കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നതിനും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വഴിയുള്ള പരിശ്രമങ്ങൾ തുടരുന്നുണ്ട്. ജനം, കോട്ടയം.